സുനിൽ, വിവിധ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ തുടരുകയുമാണ്. ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ATS സംഘമടക്കം NIA അടക്കം വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കപ്പൽ അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സഹകരണമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അന്വേഷണത്തിന്റെ ഗതി? ഇതുവരെ എവിടം വരെ എത്തി? ബ്ലാക്ക് ബോക്സും മറ്റ് DVR ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുനിൽ. അരുൺ, ലോകത്തെ തന്നെ ഞെട്ടിച്ച കണ്ണീരിലാക്കിയ അഹമ്മദാബാദ് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ UK-യിലെയും അമേരിക്കയിലെയും വിദഗ്ധർ കൂടി പങ്കാളികളാകുന്നുണ്ട്. ഇന്ന് മണിക്കൂറുകൾ നീണ്ട ഫോറൻസിക് പരിശോധന ഈ വിമാന ദുരന്തമുണ്ടായ സ്ഥലത്ത് നടന്നിരുന്നു. നിരവധി തെളിവുകൾ ഫോറൻസിക് സംഘം ശേഖരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടോടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിട്ടുണ്ട്. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിന്റെ ടെറസിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് ലഭിച്ചത്. ഇതുകൂടാതെ എമർജൻസി ട്രാൻസ്മിറ്റർ ലൊക്കേറ്ററും ഒപ്പം തന്നെ DVR ഒക്കെ തന്നെ കണ്ടെത്താനായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെ അന്വേഷണത്തിൽ വലിയ ലീഡാകും എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ടേക്ക് ഓഫിന് ശേഷം കോക്പിറ്റിൽ നടന്നത് എന്താണ്, പൈലറ്റ് നടത്തിയ സംഭാഷണം, വിമാനത്തിന്റെ ശബ്ദം, ഈ ഒരു അപകടം പൈലറ്റ് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷം പൈലറ്റ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ബ്ലാക്ക് ബോക്സിലൂടെ കൃത്യമായ ഒരു വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും ഡ്രീം ലൈനർ വിമാനങ്ങൾ സംബന്ധിച്ച് ലോകത്താകെ വലിയ ആശങ്കകളുണ്ട്, വലിയ പരാതികളുണ്ട്, വലിയ പ്രചരണമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും ഡ്രീം ലൈനർ വിമാനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കൂടി ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ അന്വേഷണം ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ബോയിങ് 787 സീരീസ് 7, 8, 9 സീരീസുകളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള അന്വേഷണം കൂടി നടക്കുമെന്നാണ് പ്രതീക്ഷ.